ദാവീദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന ഒരു ബോധ്യം, തന്നോട് ക്ഷമിച്ചു എന്നൊരു ബോധ്യം ദാവീദിന് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്തു? ദാവീദിനോട് തൻ്റെ ലംഘനങ്ങളെ എന്ത് ചെയ്തു? ക്ഷമിച്ചു നൽകാനിടയായി. അത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം അല്ലേ. 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ ബൈബിളിൽ ഇത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ ദാവീദിനോട് ദൈവം ക്ഷമിച്ചു എന്ന ആ കാര്യം, ക്ഷമിച്ചു എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം അവനെ നീതീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ശ്രേഷ്ഠമായ പദവിയായി നമുക്ക് കാണാനായി കഴിയും. എന്ന് പറയുമ്പോൾ ആ നീതീകരിക്കുന്ന അനുഭവം, നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവം. ബൈബിളിൽ ആദാമിനെയും ഹവ്വയെയും കുറിച്ച് നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആരെക്കുറിച്ച് പഠിക്കുന്നു? ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദാം, ഹവ്വ എന്നീ ദമ്പതികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുകയാണ് അല്ലേ. അപ്പം ആദാമിനും ഹവ്വയ്ക്കും ദൈവം പറഞ്ഞ കാര്യത്തെ, ദൈവം ചില കാര്യങ്ങൾ കൽപ്പിച്ചു. ആ കൽപ്പിച്ച കാര്യങ്ങളെ അത് ആ കൽപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്യണമെന്ന് തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അല്ലേ. തങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായ ഒരു ആഗ്രഹമല്ല എന്നെന്ന് പറയുന്നത്. ദൈവം കൽപ്പിച്ച കൽപ്പനയെ ലംഘിക്കണം എന്നൊരു തീരുമാനം തങ്ങൾക്കുണ്ടായത് അവരുടെ സ്വന്തം ഇഷ്ടത്തിലുള്ള ഒരു തീരുമാനമായിരുന്നില്ല. പിന്നെ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാച് അവരെ പ്രലോഭിപ്പിച്ചു. ആ പ്രലോഭനത്തിൽ ആര് വീണുപോയി? ആദാമും ഹവ്വയും വീണതായി നമുക്ക് മനസ്സിലാക്കാനായി കഴിയും അല്ലേ. അപ്പം അവർ വീണുപോയി. അപ്പം വീണുപോയ ഉടനെ അവരിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ നീതി നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള ധൈര്യം അവർക്ക് ചോർന്നു പോകുന്നതായി അവർ അനുഭവിച്ചു അല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് പോലെ എന്തുവാണ്, ആൾക്കാരെ പല പ്രലോഭനങ്ങളിൽ പിശാച് എന്ത് ചെയ്യാറുണ്ട്? ചിന്തകളിട്ട് പ്രലോഭനങ്ങളിലൂടെ എന്ത് ചെയ്യാറുണ്ട്? തെറ്റിലേക്ക് വഴി നടത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലർ അതിനെ എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. അനേകർ അതിനെ ജയിക്കുന്നു. പക്ഷെ ചിലർ എന്ത് ചെയ്യപ്പെടുന്നു? അതിൻ്റെ നടുവിൽ വീണു പോകുന്നു. അതിൻ്റെ നടുവിൽ തെറ്റിലേക്ക് എന്ത് ചെയ്തു പോകുന്നു? വഴുതി പോകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. പക്ഷെ ദൈവം നമുക്ക് യേശുക്രിസ്തുവിലൂടെ നമ്മെ മടങ്ങി വരാൻ, ദൈവകൃപയിൽ മടങ്ങി വരാൻ നമ്മെ ദൈവം കൃപ നൽകുന്നു എന്ന വാസ്തവം നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യപ്പെടും? ഭാരങ്ങൾ മാറ്റപ്പെടും. മനസ്സിലാകുന്നുണ്ട്? ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യപ്പെടും? ഭാരങ്ങൾ മാറ്റപ്പെടും അല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ദൈവം എന്നോട് ക്ഷമിച്ചു എന്നും എന്നെ സ്നേഹിക്കുകയാണെന്നും എന്നെ ആ കൃപയിൽ യഥാസ്ഥാനപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹവും മനസ്സും ഉണ്ടെന്നുമുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനിടയായി തീരും. ശരി, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. വേഗത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് അവര് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞതിനെ ആര് ലംഘിച്ചു? ദൈവം പറഞ്ഞ കൽപ്പനയെ ആദാമും ഹവ്വയും ലംഘിച്ചു. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കി. 8 മുതൽ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യം. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം ഞങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിന്റെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ശരി, മതി. ബാക്കി താഴോട്ട് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ദൈവസന്നിധിയിൽ ദൈവം അരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ എന്തുവാണ്, ആ വിശുദ്ധിയുടെ ഒരു കോൺഷ്യസ് അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. വിശുദ്ധി നിൽക്കുന്നു എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോയിട്ട് അവരുടെ ഉള്ളിൽ എന്തൊക്കെ കയറി വന്നു? ഒന്ന്, ദൈവത്തിൽ നിന്ന് ഒളിക്കാനുള്ള പ്രലോഭനമുണ്ടായി. പിന്നെ എന്ത് പറ്റിയാണ്? അവർ ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്, അങ്ങയുടെ മുമ്പേ വരാൻ
എനിക്ക് ഭയമാണെന്ന് അവർ പറഞ്ഞു. മനസ്സിലായി? ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നവർ പറഞ്ഞു. ഞങ്ങൾക്ക് യോഗ്യതയില്ല, ദൈവമുമ്പാകെ നിൽക്കാൻ ഞങ്ങൾക്ക് പ്രാഗൽഭ്യമില്ല എന്നെന്ത് ചെയ്തു അവർ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാം? നിങ്ങൾ ബൈബിളിൽ അറിയാം. അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ദൈവം തന്നെ അവരെ ഉടുപ്പിക്കേണ്ടതിന് എന്ത് കൊടുത്തു? ഒരു വസ്ത്രം ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചതായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെ? താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാനായി കഴിയും. ദൈവം തന്നെ എന്ത് ചെയ്തു? ബൈബിളിൽ ഇവിടെ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ 3:21 ഉൽപ്പത്തി 3:21 യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ എന്ത് ചെയ്തു? ഉടുപ്പിച്ചു. ദൈവം എന്ത് ചെയ്തു? അവരെ അകറ്റാൻ ദൈവം ആഗ്രഹിച്ചില്ല, അവരെ അണയ്ക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അവരുടെ പൊസിഷൻ പോയി, അവരുടെ സ്ഥാനം പോയി. അവർക്ക് ആ സമയം ആ സ്ഥാനത്തിലേക്ക് മടങ്ങി വരാൻ അവർ കഴിയുമായിരുന്നില്ല. അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു? പുറത്താകപ്പെട്ടു. പക്ഷേ ദൈവം ചേർത്ത് നിർത്താൻ എപ്പോഴും ആഗ്രഹിച്ചു. ദൈവം അവരെ തള്ളിക്കളയാൻ ആഗ്രഹിച്ച ദൈവം അല്ല, പിന്നെ എന്തുവാ ചെയ്തത്? അടുത്ത് ചേർത്ത് നിർത്താൻ ഒരു ധൈര്യം പകർന്നു കൊടുക്കാൻ ദൈവം എന്ത് ചെയ്തു? ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഇതാണ് നമ്മൾ അതുകൊണ്ടാണ് ദൈവിക നീതിയുടെ അത്യാവശ്യം, ഇതിനെക്കുറിച്ച് ബോധ്യം തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ദൈവിക നീതീകരണമുണ്ട്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, ദൈവമുമ്പാകെ എനിക്ക് ധൈര്യമായി നിൽക്കാൻ കഴിയും എന്ന അറിവ് നമ്മളിൽ ഉണ്ടാകേണ്ടതിൻ്റെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഏതെങ്കിലും മേഖലയിൽ വീണ്ടും ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ടും എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൃപയിൽ യഥാസ്ഥാനപ്പെടാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റമനസാക്ഷി പിശാച് കൊണ്ടുവന്ന് ദൈവകൃപയിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, ക്രമീകരിക്കേണ്ട മേഖല ക്രമീകരിക്കുക, ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കുക, എല്ലാം ക്രമീകരിക്കുക. പക്ഷെ ദൈവമുമ്പാകെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ക്രമീകരിച്ചിട്ടും നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടും നിങ്ങൾ ശരിയായി അടുത്ത് ചെന്നിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും കുറ്റബോധം പിശാച് കൊണ്ടുവന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ വലയ്ക്കുന്നത് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പറയുക, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എന്തുണ്ട്? ദൈവനീതി ഉണ്ട്. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എന്തുണ്ട്? ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽക്കാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട് എന്ന ഒരു ഉറപ്പ് നിങ്ങൾ വാ തുറന്ന് പറയണം. എനിക്ക് ഉറപ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഒരു മിനിറ്റ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 5:21. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ശരി, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 2 കൊരിന്ത്യർ 5:21 ശ്രദ്ധിച്ചു കേൾക്കണേ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആരുടെ മേലാക്കി? യേശുവിന്റെ മേലാക്കി. പാപത്തിന്റെ ശിക്ഷ ആരുടെ മേൽ വിധിച്ചു? യേശുവിന്റെ മേൽ വിധിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് പാപം അറിയാത്തവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു. പക്ഷെ യേശുവിന്റെ മേൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ എന്ത് ചെയ്തു? ചുമത്തി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മുമ്പാകെ ദൈവനീതി നമ്മൾ പ്രാപിക്കേണ്ടതിനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ത് പ്രാപിക്കേണ്ടതിന്? ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പാകെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽക്കാൻ കഴിയേണ്ടതിന് എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം, ഇനി അടുത്ത് 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 30-31 വാക്യം ഒന്ന് നോക്കി. 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 30-31 വാക്യം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 30-31 വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും
നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 31 കൂടെ സിസ്റ്റർ, 31. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ കൃപയെ നമ്മൾ ആരിലിരിക്കുകയാണ്? ക്രിസ്തു യേശുവിൽ ഇരിക്കുകയാണ്. അവൻ നമുക്ക്, ആരാണ്? യേശു ക്രിസ്തു നമുക്ക് എന്തായി തീർന്ന പറഞ്ഞേക്കുന്നത്? എന്തൊക്കെ തീർന്ന നിങ്ങൾ പറഞ്ഞേ? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഈ 4 കാര്യം നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചു നോക്കി. 1, ജ്ഞാനം. യേശു ക്രിസ്തു എനിക്ക് ആരായി മാറി? ജ്ഞാനമായി മാറി. ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വഴികളെ കുറിച്ചുള്ള ജ്ഞാനം, അല്ലെ? ദൈവിക വഴികളെ കുറിച്ചുള്ള ജ്ഞാനം ഞാൻ യേശു ക്രിസ്തുവിലൂടെ എന്ത് ചെയ്യുകയാണ്? ഞാൻ ദൈവവചനത്തിലൂടെയും യേശു ക്രിസ്തുവിലൂടെയും ഞാൻ പഠിക്കുകയാണ്, അല്ലെ? ദൈവിക ജ്ഞാനത്തിന്റെ ആഴം ഞാൻ തിരിച്ചറിയുകയാണ്. രണ്ടാമത് നീതി. നീതി എന്ന് പറഞ്ഞാൽ ദൈവ മുമ്പാകെ എന്ത് ചെയ്യുക? കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കാൻ ആര് കൃപ തരുന്ന പറയുന്നത്? യേശു ക്രിസ്തു എനിക്ക് കൃപ നൽകുന്നു എന്നാ പറയുന്നത്. അതുപോലെ യേശു ക്രിസ്തുവിനുള്ള അടുത്ത കാര്യം എന്തുവാണ്? ശുദ്ധീകരണം. എന്താണ് ശുദ്ധീകരണം? ഹല്ലേലൂയ. അപ്പോ ജ്ഞാനമാണ് യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭ്യമായ എന്താണ്? ദൈവിക ജ്ഞാനമാണ്. രണ്ടാമത് ദൈവിക നീതീകരണമാണ്. 3 ശുദ്ധീകരണമാണ്. അപ്പോൾ ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാൽ, കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ നീതീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? അടുത്ത് പറയുകയാണ് നമ്മെ വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. ആ പദം ഓർമ്മിച്ച് എന്താണ്? യേശുക്രിസ്തുവിൽ എനിക്ക് എന്തുണ്ട്? എനിക്ക് വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ തകർന്നു കിടക്കുകയോ പിശാചായവൻ ഏതെങ്കിലും തന്ത്രം മെനഞ്ഞ് ഒരു കുടുക്കിന്റെ അകത്തിട്ടിരിക്കുകയോ ഒരു ഭാരത്തിൽ നിങ്ങളെ കൊണ്ടിട്ടിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനുള്ള അവകാശം ഉണ്ടെന്നറിയാമോ? വീണ്ടെടുക്കപ്പെടാൻ അവകാശമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ദൈവകൃപയിലേക്ക്, ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ അവകാശമുണ്ട്. വീണ്ടെടുക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കരം എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന്റെ വീണ്ടെടുക്കുന്ന കരം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. എപ്പോ നിങ്ങൾ കർത്താവിലേക്ക് നോക്കി വിളിക്കുമോ, കർത്താവ് എന്നെ തുറണമേ എന്നെപ്പോ വിളിക്കുമോ, ആ സമയം എന്തുണ്ടാകും? ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. കാരണം യേശുക്രിസ്തു നമുക്ക് എന്തെല്ലാം ആയിത്തീർന്നെന്നാ പറയുന്നത്? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും. ആ കാര്യം മറന്നു പോരുത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിൽ നമുക്ക് എപ്പോഴും എന്തുണ്ട്? ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിനുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ ഞാൻ പറയുന്നത്? പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോകത്തിന്റെ നന്മ കിട്ടുന്ന വിഷയമല്ല പ്രാരംഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തിന് എന്തെങ്കിലും ഒരു നന്മ കിട്ടുന്നതിനല്ല ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് യേശുക്രിസ്തു ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവ കൃപയിൽ നമ്മെ എന്ത് ചെയ്യപ്പെടുക? യഥാസ്ഥാനപ്പെടുക. മനസ്സിലായി? ദൈവകൃപയെ നമ്മൾ എന്ത് ചെയ്യുക? യഥാസ്ഥാനപ്പെടാൻ ദൈവം അവസരം എപ്പോഴും ദൈവം നമ്മുടെ മുൻപാകെ വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല, നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം എപ്പോഴും നമ്മെ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവകൃപയിൽ മടങ്ങി വരാൻ ദൈവം നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അപ്രകാരം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണെന്ന് നമ്മൾ കാണും. ഇനി നമ്മൾ ദൈവിക നീതീകരണം അല്ലെങ്കിൽ ദൈവം മുമ്പാകെ നമുക്ക് കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കണമെന്നറിയോ? നിങ്ങൾക്ക് ദൈവവചന പ്രകാരം നിങ്ങൾക്ക് ആ സത്യം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയും, അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുവാണ് നിങ്ങൾക്ക് കയറി വരാൻ കഴിയില്ല, ദൈവകൃപയിൽ മടങ്ങി വരാൻ പറ്റില്ല എന്ന് പിശാച് വെല്ലുവിളിച്ചാൽ നിങ്ങൾക്ക് വാ തുറന്ന് പറയാൻ കഴിയും. എന്താണ്? എനിക്ക് കർത്താവിൽ എനിക്ക് വീണ്ടെടുപ്പുണ്ട്, കർത്താവിൽ എനിക്ക് നീതീകരണമുണ്ട്, കർത്താവ് എന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വാ തുറന്ന് എന്ത് ചെയ്യാൻ കഴിയും? പറയാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം അത് നമുക്ക് ഏറ്റു പറയാൻ കഴിയും. പക്ഷെ അതേസമയം ഇത് നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന എപ്പോഴെന്നറിയോ? ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ്. ദൈവിക കൂട്ടായ്മയിലേക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ അടുത്ത് ചെല്ലുമ്പോഴാണ്. ആ കാര്യം ഒന്ന് ഓർമ്മിച്ചോണ്ടേ. ഈ ദൈവിക നീതീകരണമൊക്കെ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ
ഓക്കെ, അത് നല്ല കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം അത് നൽകുന്നു എന്നത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവുമായുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? അതിലൊരു പണിയൽ ഉണ്ടാകണം. അതിൻ്റെ മേലൊരു പണിയൽ ഉണ്ടാകണം. ഞാൻ പണ്ട് ഞങ്ങളുടെ ചർച്ചിൽ, ഞാൻ നമ്മൾ ആദ്യം പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചിൽ ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ദൈവദാസൻ എന്ത് ചെയ്യുകയാണ്, എല്ലായിടത്തും പറയുകയാണ്, കൈ ഉയർത്തി എന്ത് ചെയ്യാൻ പറഞ്ഞു? ഹല്ലേലൂയ എന്ന പാട്ട് പാടാൻ പറഞ്ഞു. എല്ലാവരും കൈ ഉയർത്തി എന്ത് ചെയ്യാൻ പറഞ്ഞു? ഹല്ലേലൂയ എന്ന പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തി ഹല്ലേലൂയ എന്നുള്ള പാട്ട് പാടുമ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ആരാധന എന്ന് വെച്ചാൽ ഹൃദയത്തിൽ തട്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നില്ല. ഹൃദയത്തിൽ തട്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാടാൻ കഴിയാത്തതുപോലുള്ള ഒരു സാഹചര്യം. ഓക്കെ, അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചെന്നറിയാമോ? എങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല, പക്ഷെ ഞാൻ ചിന്തിച്ചു, പാസ്റ്റർ കണ്ണു തുറന്ന് എല്ലാവരും എന്ത് ചെയ്യുകയാണ്, നോക്കി വർഷിപ്പ് ലീഡ് ചെയ്യുകയാണ്, എല്ലാവരെയും പാസ്റ്റർ ശ്രദ്ധിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ച്, ഞാൻ ഇപ്പോൾ കൈ ഉയർത്തി, പാസ്റ്റർ കൈ ഉയർത്തി എല്ലായിടത്തും ആരാധിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ കൈ ഉയർത്തിയില്ലെങ്കിൽ പാസ്റ്റർ അവിടെ നിന്ന് വിചാരിക്കത്തില്ലേ, വിനോദ് എന്ത് ചെയ്തു പോയി, പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടാകും, അതാണ് കൈ ഉയർത്തി എന്ത് ചെയ്യാത്തത്, ആരാധിക്കാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു, ഇപ്പൊ പാസ്റ്റർ നോക്കിയാൽ എന്ത് ചെയ്യണം, ഞാൻ കൈ ഉയർത്തി ആരാധിക്കുന്നത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഉടനെ കൈ ഉയർത്തി എന്ത് ചെയ്തു, ഉടനെ ആരാധന തുടങ്ങി. നല്ല ഭവ്യതയിൽ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന്. പക്ഷെ ഹൃദയത്തിൽ എന്തല്ല, ദൈവത്തോട് അടുത്ത് വരാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ പുറമെ അത് കാണിക്കാനായി ശ്രമിച്ചു. ഉടനെ ഹൃദയത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടതെന്ന് പറയുന്നത്, മകനെ, നീ ചെയ്യുന്ന ഈ കാര്യം നിന്റെ വീട്ടിൽ നിന്റെ മുറിക്കകത്ത് എന്നോട് ഇങ്ങനെ നീ അടുത്തു വരാൻ ശ്രമിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ചർച്ചിൽ കാണിച്ചത് എങ്ങനെയാണ്, കൈ ഉയർത്തിയിട്ട് എന്ത് ചെയ്തു, യേശുവേ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അപ്പ എന്ന് ഈ പറഞ്ഞ ഈ ഫീല്, ഈ ഒരു ഫാഷൻ എന്നുവെച്ചാൽ ആ ഒരു നമ്മുടെ ഫേസ് അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ടല്ലോ, എന്തുവാണ്, യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, അത് വീട്ടിനകത്ത് അതുപോലെ ദൈവം മുമ്പാകെ കാണിക്കാനാണ് യേശു കർത്താവിനടുത്ത് പറഞ്ഞത്. അപ്പൊ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അന്ന് പോലും ഞാൻ വീട്ടിൽ പോയതിനു ശേഷം എന്ത് ചെയ്തു, മുറിയിൽ ചെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, യേശുവേ ഐ ലവ് യു, യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അപ്പോഴൊന്നും ആദ്യമൊന്നും ഒരു അനുഭവം തോന്നിയില്ലെങ്കിലും പടിപടിയായി ദൈവം എന്ത് ചെയ്തു, ദൈവസാന്നിധ്യം മുറിക്കകത്ത് ഇറങ്ങി വരുന്ന അളവിൽ ദൈവകൃപ പകരാനായി ഇടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവത്തുള്ള ബന്ധത്തിന്റെ നടുവിലാണ് ഇതൊക്കെ എന്ത് ചെയ്യപ്പെടുന്നത്, പണിയപ്പെടുന്നത്. കാരണം ദൈവിക നീതീകരണം എന്ന് പറയുന്നത് നമ്മെ ദൈവത്തോട് അടുത്തു വരുമാറാക്കുന്നതാണ്, ദൈവകൃപയിൽ യഥാസ്ഥാനപ്പെടുത്തുമാറാക്കുന്നതാണ് എന്ന കാര്യം മറക്കരുത്. ഓക്കെ, ഞാനിതിന് ചെറിയ ഉദാഹരണം പറഞ്ഞുതരാവേ. ഞാൻ ഈ പറയുന്നതിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് പിടിയിട്ടില്ലെങ്കിലും കുറച്ച് കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നമ്മൾ ബൈബിളിൽ ശൗൽ രാജാവിനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരെ കുറിച്ചാണ്? ശൗൽ രാജാവിനെ കുറിച്ച്. അതുപോലെ നമ്മൾ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ആരാണ്? ശൗൽ അല്ലെ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ആരായിരുന്നു? ശൗൽ രാജാവ് അല്ലെ, ബെന്യാമിൻ ഗോത്രത്തിലെ ശൗൽ രാജാവ്. എന്നാൽ രണ്ടാമത്തെ രാജാവ് ആരാണ്? ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് ആരായിരുന്നു? ദാവീദ് അല്ലെ. ദാവീദ് നമുക്കറിയാം. രണ്ടാമത്തെ രാജാവ് ആരായിരുന്നു? ദാവീദായിരുന്നു. ദാവീദിന്റെ ഗോത്രം ഏതാണെന്ന് നമുക്കറിയാമല്ലോ അല്ലെ. ദാവീദിന്റെ ഗോത്രം ഏതായിരുന്നു? ദാവീദ് ഗോത്രത്തിന് സിംഹമായവന് നമ്മൾ പാടാറുണ്ടല്ലോ. ദാവീദിന്റെ ഗോത്രം യഹൂദ ഗോത്രമായിരുന്നു. ദാവീദിന്റെ ഗോത്രത്തിന്റെ പേരെന്തായിരുന്നു? യഹൂദ ഗോത്രം. ഓക്കെ. ശൗൽ രാജാവ് ബെന്യാമിൻ ഗോത്രക്കാരനും ദാവീദ് രാജാവ് ആരായിരുന്നു? യഹൂദ അല്ലെ. യഹൂദ ഗോത്രത്തിലെ വ്യക്തിയായിരുന്നു. ശരി. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ശൗലിനോട് ദൈവം പെട്ടെന്ന് ക്ഷമിച്ചില്ല? ഒരു വിഷയത്തിനടുവിൽ ദൈവം പെട്ടെന്ന് എന്ത് ചെയ്തു? ശൗലിനോട് ദൈവം ക്ഷമിക്കാതെ ന്യായവിധി പറഞ്ഞു അല്ലെ. പക്ഷെ ദാവീദിനോട് ദൈവം എന്ത് ചെയ്തു? ക്ഷമിച്ചു അല്ലെ. നമ്മൾ ബൈബിളിൽ കാണുന്നു ചില വിഷയങ്ങൾക്ക്
ചില പ്രശ്നങ്ങളിലൂടെ താൻ കടന്നുപോകേണ്ടി വന്നെങ്കിലും ദൈവത്തിന്റെ മുമ്പാകെ ദാവീദിനോട് ദൈവം എന്ത് ചെയ്തു? ക്ഷമിച്ചു എന്ന് നമ്മൾ കാണും. അപ്പൊ എന്തുകൊണ്ട് ശൗലിനോട് ദൈവം ഒരു സമയം വന്നപ്പോൾ ക്ഷമിച്ചില്ല? എന്തുകൊണ്ട് ദാവീദിനോട് ദൈവം ക്ഷമിച്ചു? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴേലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ദൈവം ശൗലിനോട് എന്തുകൊണ്ട് ക്ഷമിച്ചില്ല? എന്തുകൊണ്ട് ദൈവം ദാവീദിനോട് ക്ഷമിച്ചു? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഉത്തരം ബൈബിളിലുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം എന്നെടുത്ത്. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ അതിന്റെ 23 മുതൽ നോക്കി. 23 മുതലേ മത്സരം, ആഭിചാരം ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്ക് ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശരി, ഇതിന്റെ വ്യത്യാസം ഞാൻ പറയാം. അടുത്ത പക്ഷെ നമ്മുടെ ദാവീദിനെ നോക്കണേ. 2 ശമൂവേൽ 12:13 ഒന്ന് വായിച്ച്. 2 ശമൂവേൽ 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 2 ശമൂവേൽ 12:13. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. നീ ഈ പ്രവൃത്തി യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ. ശരി, മതി മതി മതി. അപ്പൊ ഇതില് രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശൗല് ക്ഷമ ചോദിക്കാൻ പോയത് ആരെടുത്താണ്? ശമൂവേലിന്റെ അടുത്താണ്. നിനക്കറിയാം, അവിടെ ശമൂവേല് വന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്തിരിക്കുകയാണ്, തെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കൽപ്പനയെ ലംഘിച്ചു പോയി, എന്ത് ചെയ്യുകയാണ്, നീ എന്നോട് എന്ത് ചെയ്താലും ക്ഷമിച്ചാൽ. അപ്പൊ ക്ഷമ ചോദിക്കാൻ പോയത് ആരെടുത്താണ്? ശൗലിന്റെ അടുത്താണ്. അപ്പൊ ശമൂവേലിന്റെ അടുത്താണ്. അപ്പൊ ശമൂവേൽ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്റെ കൂടെ പോരില്ല, അല്ലെ, ഞാൻ നിന്റെ അടുത്ത് വരില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു പറഞ്ഞു. പക്ഷെ ദാവീദാണെങ്കിൽ പറഞ്ഞ വാക്ക്, നാഥാൻ പ്രവാചകൻ എടുത്തു പോയി, ഞാൻ നിന്നോട് പാപം ചെയ്യുമെന്ന് പറഞ്ഞോട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് നാഥാൻ പ്രവാചകൻ എടുത്തു പോയില്ല. പിന്നെ എന്താ പറഞ്ഞ്? ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞ് ദൈവത്തോടാണ് എന്ത് ചെയ്തത്? ദാവീദ് ക്ഷമ ചോദിച്ചത്. ഹല്ലേലൂയ. അവിടെ ഞാൻ പറഞ്ഞ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ കൃപകളെല്ലാം പകരപ്പെടും എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക നീതീകരണം എന്ന് പറയുമ്പോൾ, ദൈവത്തിന് മുമ്പ് ആ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽക്കാൻ ദൈവം നമുക്ക് പ്രാഗൽഭ്യം തരുമെന്ന് പറയുമ്പോൾ ദയവായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, കർത്താവ് ഇപ്രകാരമൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നീതീകരിക്കപ്പെടാനും ശുദ്ധീകരിക്കപ്പെടാനും വീണ്ടെടുക്കപ്പെടാനും ഒക്കെ ഉള്ള അവസരം കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്കായി തുറന്നു വച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കർത്താവിന് കൊള്ളരുതാത്തവരെന്നോ, കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നോ, ദൈവത്തിന് നിങ്ങളുടെ ഇഷ്ടമില്ലെന്നോ അങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൃപയിൽ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ ഈ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? അടുത്തു വരിക. പിന്നെ കർത്താവിന്റെ മുൻപാകെ എന്ത് ചെയ്യുക? പ്രാർത്ഥനയിൽ അടുത്ത് ചെല്ലാൻ ശീലിക്കുക. മനസ്സിലാകുന്നു? കർത്താവിന്റെ മുമ്പാകെ എന്ത് ചെയ്യുക? പ്രാർത്ഥനയിൽ അടുത്ത് ചെല്ലാൻ ശീലിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവിക നീതീകരണം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമ്മെ ദൈവത്തോട് അടുത്ത് ചെല്ലുമാറാക്കുവാൻ, മനസ്സാക്ഷിയിൽ കുറ്റമില്ലാത്ത ഒരു ഫീലിംഗ് നമുക്ക് നൽകി തരുവാനെല്ലാം ഈ നീതീകരണം നമ്മെ സഹായിക്കും, ശുദ്ധീകരണം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ബൈബിളില് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം
18-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസ് 18-ന്റെ 9-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. 9 മുതൽ. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിനൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്ന് എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശരി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് 2 പേരുടെ പ്രാർത്ഥനയാണ്, അല്ലെ? ആരൊക്കെയാ പ്രാർത്ഥിക്കാൻ പോയ? ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി, പിന്നെ ആര് പ്രാർത്ഥിക്കാൻ പോയി? ഒരു പരീശനും പ്രാർത്ഥിക്കാനായി പോയതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശരി, നിങ്ങളെല്ലാരും ഉഷാറാണല്ലോ അല്ലെ? നിങ്ങളാരും മടുപ്പ് വരുന്നില്ലല്ലോ? ഹല്ലേലൂയ. ശരി, നിങ്ങൾ ഇടയ്ക്കിടെ ഹല്ലേലൂയ നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞോളേ. നിങ്ങൾ ആ ദൈവത്തോട് കേൾക്കുന്ന രീതിയിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയ 2 പേരെ കുറിച്ച് ഇതില് ഫസ്റ്റ് ഇത് തുടങ്ങുമ്പോ അതിന്റെ 9-ാം വാക്യം മുതൽ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു എന്നാണ്, അല്ലെ? തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച്, അങ്ങനെ ഒരു ഉറച്ചുപോയി. ആ ഉറച്ചിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ എന്ത് ചെയ്യും? ധിക്കരിക്കുന്ന അവരെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞതായി നമ്മൾ ബൈബിളിൽ കാണും. അപ്പൊ ഇതില് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണ ദൈവമക്കളില് പലർക്കും ചില മേഖലകളിൽ അല്ലറ ചില്ലറ ക്രമീകരിക്കേണ്ട മേഖലകൾ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ ഉണ്ടാകാം. എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം? ഒരു അല്ലറ ചില്ലറ ഏരിയകളിൽ എന്ത് ചെയ്യപ്പെടാം? ഒരു പ്രലോഭനം ഉണ്ടായേക്കാം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ എല്ലാവരും അഭിമുഖീകരിക്കുന്നത് പോലെ ആകില്ല. ഒരാൾ അഭിമുഖീകരിക്കുന്നത് പോലെ ആകത്തില്ല മറ്റൊരാളെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ പരീശന്മാരെ പോലെ വലിയ ഗമയിൽ നിന്ന ആള് പോലും ഒരു പക്ഷേ വേറെ ഏതെങ്കിലും മേഖലയിൽ എന്ത് ചെയ്തിട്ടുള്ളവരായിരിക്കാം? കുറവുകൾ ഉണ്ടായിരുന്ന മനുഷ്യരായിരിക്കാം, അല്ലെ? പക്ഷെ ദൈവത്തിന് മുമ്പാകെ അടുത്ത് ചെന്ന് വിശ്വാസത്തിലൊക്കെ വളർന്ന് ദൈവകൃപയിലൊക്കെ എന്ത് ചെയ്തു? വിശ്വാസത്തോടെ ദൈവവചനം വിശ്വസിച്ചുകൊണ്ട് ക്രമീകരണം പ്രാപിച്ച് എന്ത് ചെയ്യുന്നു? വിശ്വസിച്ച് കയറി വരുന്നതിനാൽ എന്ത് ചെയ്യപ്പെടുന്നു? ഇന്ന് അവർക്ക് നീതിമാന്മാരായി നിൽക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തതാണ്, അല്ലെ? പക്ഷെ ഇന്ന് ഒരു ചുങ്കക്കാരനെ പോലെ ഒരാളിനെ കണ്ടപ്പോൾ അയാളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അയാൾ ആരായി പോയി? ചുങ്കം പിരിക്കുന്ന ജോലിയിൽ ഏർപ്പെടാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു പോയി. അതാണ് ചുങ്കക്കാരന് പറ്റിപ്പോയ ഒരു തെറ്റെന്ന് പറയുന്നത്, അല്ലെ? ചുങ്കം പിരിക്കുന്ന ഒരു ജോലി, ആ ജോലിക്ക് അകത്തോട്ട് കയറി എന്ത് ചെയ്തു പോയി? വീണ് കൊടുത്തു പോയി. അപ്പൊ ഇപ്പൊ ചുങ്കം പിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വാക് സാമർത്ഥ്യം ഉപയോഗിച്ച് ചുങ്കം പിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷ നിന്നിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം ക്ഷമിച്ച് കൊടുത്ത കുറവുകളെ കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ ദൈവം ക്ഷമിച്ച സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കാതെ വേറൊരു മനുഷ്യന്റെ കുറവുകളെ എന്ത് ചെയ്യുകയാണ്? കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നതായാണ് നമ്മളവിടെ കാണുന്നത്. ഹല്ലേലൂയ. പണ്ട് യോഹന്നാന്റെ സുവിശേഷം 8:7 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശു കർത്താവിന്റെ മുമ്പാകെ ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, കർത്താവെ നീ പറ, ഞങ്ങൾ കല്ലെറിയട്ടോ, അല്ലെ? എന്നല്ലേ ചോദിച്ചേ? ഞങ്ങൾ എന്ത് ചെയ്യട്ടോ? കല്ലെറിയട്ടോ എന്ന് ചോദിച്ചപ്പോ യേശു പറഞ്ഞ വാക്കെന്നറിയാവോ? യോഹന്നാൻ 8:7 എന്ത് യേശു പറഞ്ഞ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ ഉടനെ നിങ്ങളിൽ പാപമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഇതുവരെയും തെറ്റൊന്നും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം കല്ലെറിയാൻ പറഞ്ഞപ്പോ
മുതിർന്നവർ മുതൽ ഇളയവർ വരെ എന്ത് ചെയ്തു? അവിടെ കല്ലിട്ടിട്ട് തിരികെ പോയതായി പറഞ്ഞിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ യേശു കർത്താവ് ഉടനെ താഴോട്ട് പറയുന്നുണ്ടെന്ന്, നീ ഇനി എന്ത് ചെയ്യരുത്, നിന്നെ ഞാൻ കുറ്റം ഇപ്പോ വിധിക്കുന്നില്ല, ഇനിമേൽ നീ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ എന്ത് ചെയ്യുന്നു? കർത്താവ് അവളെ വീട്ടിലേക്ക് പോകാനായി യേശു കർത്താവ് അനുവദിക്കുന്നതായി നമുക്കറിയാം. അപ്പൊ അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ ഒരു ചുങ്കക്കാരൻ എന്ത് ചെയ്യുകയാണ്? യേശു കർത്താവ് ദൈവത്തിന്റെ മുമ്പാകെ നിന്നിട്ട് പറയുകയാണ്, ദൈവമേ ഈ പാപിയായ എന്നോട് എന്ത് ചെയ്യണമേ? കരുണ ഉണ്ടാകണമേ. ദൈവമേ ഈ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണം. അപ്പൊ അവൻ എന്ത് ചെയ്തപ്പെട്ടെന്നാ പറഞ്ഞേക്കുന്നത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി തന്റെ വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. അപ്പൊ ഇതില് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തില് ആദ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് എന്താണ്? ദൈവത്തിൽ നിന്നുള്ള ദൈവനീതിയാണ്. ഓക്കെ, ദൈവനീതി എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങണം. ഓക്കെ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എന്തുണ്ട്? ദൈവിക നീതീകരണമുണ്ട്. നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? ക്ഷമിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ദയവായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ ആ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 1:30-31 വാക്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ദൈവത്തിൽ നിന്ന് ജ്ഞാനമുണ്ട്, നീതിയുണ്ട്, ശുദ്ധീകരണമുണ്ട്, പിന്നെ എന്തുണ്ട്? വീണ്ടെടുപ്പുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ മടങ്ങിച്ചെല്ലാൻ, ദൈവകൃപയെ യഥാസ്ഥാനപ്പെടാൻ ദൈവം അവസരം തന്നിട്ടുണ്ട് എന്ന കാര്യം ദയവീത് എന്ത് ചെയ്യണം? മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും മടങ്ങിച്ചെല്ലാൻ, മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? ആഹ്വാനം ചെയ്യുകയാണ്. ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കണമെന്നുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ, യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ മറഞ്ഞുകൊണ്ടും യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവനീതിയെ പ്രാപിച്ചുകൊണ്ടും ദൈവകൃപയിൽ മടങ്ങി വരാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചന പുസ്തകം, അതിന്റെ യെശയ്യാവ് കൂടുതൽ വചനങ്ങൾ കിട്ടുവാണല്ലയോ? യെശയ്യാവ് 43-ാമത്തെ അധ്യായം 25-26 വാക്യം വായിച്ച്. യെശയ്യാവ് 43-25-26. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എന്നെ ഓർക്ക, നാം തമ്മിൽ വ്യവഹരിക്ക, നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചു കൊള്ളുക. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ എന്ത് ചെയ്യുന്നു? മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയുമില്ല. ഹല്ലേലൂയ. ഇതില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യം ശ്രദ്ധിച്ചോണ്ടേ, ദൈവം മുമ്പാകെ നമ്മൾ നീതീകരിക്കപ്പെടുമ്പോ, നമ്മുടെ കുറവുകളെ കർത്താവ് ക്ഷമിക്കുമ്പോ, എപ്പോഴും കർത്താവ് നമ്മെ എന്ത് ചെയ്യുമെന്നറിയാമോ? വീണ്ടും വലിയ പ്രതീക്ഷയോടെ നിങ്ങളെ പുതിയ വ്യക്തിയായാണ് വീണ്ടും കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഴയ വ്യക്തിയായിട്ട് കർത്താവ് ചിത്രീകരിക്കുന്നില്ല. കുറവുകൾ വന്നുപോയ പഴയ വ്യക്തിയായിട്ട് ചിന്തിക്കാതെ എപ്പോഴും കർത്താവിന്റെ മുമ്പിൽ കർത്താവ് എങ്ങനെ കാണുന്നു? നിങ്ങളെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നമുള്ള ആ വ്യക്തിയായി കർത്താവ് നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്ക് ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾ അവരവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്, അല്ലെ? നിങ്ങളെ കാണുമ്പോൾ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തില് കർത്താവിന്റെ ഒരു വിശേഷത കർത്താവ് കാണുകയാണ്, അല്ലെ? പത്രോസിനെ, അല്ലെ, നമ്മൾ ശിമോനെ കണ്ടിട്ട് യേശു എന്ത് പറഞ്ഞു? നീ കേഫയാകും എന്ന് പറഞ്ഞു, അല്ലെ? നീ പത്രോസ് ആകുന്നു, നീ കേഫയാകുന്നു എന്ന് വെച്ചാൽ കല്ലാകും, നിങ്ങൾ ഉറപ്പുള്ള വ്യക്തിയായി മാറുമെന്നാണ് യേശു എന്ത് ചെയ്തത്? പറഞ്ഞത്. പിന്നെ യാക്കോബിനെ യോഹന്നാനെ നോക്കിയിട്ട് യേശു എന്ത് പറഞ്ഞ്? നിങ്ങൾ ആരാകും? ഇടിമക്കളാണ്. നിങ്ങൾ ആരാണ്? ഇടിമക്കളാണ്, സൺസ് ഓഫ് തണ്ടറാണ് എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾ എന്താകും? തീഷ്ണതയുള്ളവരായി നിങ്ങൾ മാറും. പക്ഷെ ഇതൊക്കെ യേശു കർത്താവ് കാണുന്ന സമയത്ത്, ഇത് പറയുന്ന സമയത്ത് അവരിൽ എന്തില്ല? പുറമെ അവർക്ക് ആ ഗുണങ്ങളുള്ളവരായി തോന്നിയില്ല, അല്ലെ? യേശു പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തുവാണ്? നീ ആരാകും? ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല?
ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, നിന്റെ കയ്യിൽ നൽകുക. ഇതൊക്കെ യേശു പറയുന്ന സമയത്ത് പത്രോസിന് എന്തല്ല, അതിനുള്ള ധൈര്യം പോലും ഇല്ല. അല്ല, യേശുവിനെ എന്ത് ചെയ്തു? അന്ന് ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് യേശുവിനെ ആവർത്തിച്ച് എന്ത് ചെയ്തു? യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പത്രോസ് എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. പേടിച്ചു, പെട്ടെന്ന് സാഹചര്യങ്ങൾ അവൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉപയോഗിച്ചാണ് കർത്താവ് എന്ന് പറഞ്ഞത്, നീ പാറമേ ഞാൻ എന്റെ സഭയെ പണിയോന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവന്റെ പത്രോസിന് കിട്ടിയ ആ വെളിപ്പാടിന്റെ മേൽ, ആ യേശു കർത്താവ് ദൈവപുത്രൻ എന്ന വെളിപ്പാടിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് ആര് പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞു. പക്ഷെ അത് പറയുന്ന സമയത്ത് പത്രോസിന് ആ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നില്ല, അല്ലെ? പക്ഷെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ തന്റെ മേൽ പകരപ്പെട്ട ഉടനെ ദൈവാത്മാവ് എന്ത് ചെയ്യുകയാണ്? ആ വ്യക്തിയെ ശക്തിയോടെ സഭയെ നടത്താൻ, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് യേശു പറഞ്ഞ ആ വാക്കുപോലെ എന്ത് ചെയ്യപ്പെട്ടു? പത്രോസിന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളെയും എന്നെയും കർത്താവ് കാണുന്ന സമയത്ത് നമ്മെ കർത്താവ് കാണുന്ന ഒരു വിശേഷതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെയും എന്നെയും കർത്താവ് കണ്ടിരിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. ദൈവം പ്രത്യേക, നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ മുമ്പ് പറയാറുണ്ട്, എന്തുവാണ്, ഒന്നുകിൽ ഞാൻ ഈ പറയുന്ന ഈ പദം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാര് ഈ വിശ്വാസത്തിൽ നിന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇനി വന്നിട്ട് എന്താണ്, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്ന സമയത്ത്, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തില് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാണ്? രണ്ട് ചോയ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ യേശുവിനോട് ചേർന്ന് നിന്ന് എന്ത് ചെയ്യുക? വിഷയങ്ങളെ അഭിമുഖീകരിക്കുക. മനസ്സിലാകും? ചില എല്ലാവരും ഒരു തീരുമാനം എടുക്കുക. ഒന്നുകിൽ എന്ത് ചെയ്യുക? യേശുവിനോട് ചേർന്ന് നിന്ന് എന്ത് ചെയ്യുക? ജീവിതത്തെ ഫേസ് ചെയ്യുക, പ്രതികൂലങ്ങളെ എന്ത് ചെയ്യുക? ഫേസ് ചെയ്യുക. അല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ കൂടാതെ എന്ത് ചെയ്യുക? വിഷയങ്ങളെ അഭിമുഖീകരിക്കുക. ഏതാണ് എളുപ്പം? യേശുവിനെ കൂടാതെ നേരിടുന്ന കാറ്റ്, കോള്, പ്രതികൂലങ്ങളെ യേശുവിനെ കൂടാതെ നിൽക്കുന്നതാണോ എളുപ്പം? യേശുവിനോട് കൂടെ നിൽക്കുന്നതാണോ എളുപ്പം? 100% നമുക്ക് പറയാം, യേശുവിനോട് കൂടെ നിൽക്കുന്നതാണ് എളുപ്പം. കൂടെ നിന്ന് വിഷയങ്ങളെ നേരിടുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ എന്ത് ചെയ്തു പോകും? അല്ലെങ്കിൽ വലഞ്ഞു പോകും, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്തു പോകും, അല്ലെ? ചില ആൾക്ക് പറയും യേശു കർത്താവ് വിശ്വസിച്ചതോടാണ് ഇത്രയും പ്രതികൂലം. അതുകൊണ്ടല്ല. ചില ആൾക്കാർ എന്തുകൊണ്ട് യേശു വിശ്വസിച്ചോണ്ടാണ് എനിക്ക് പ്രതികൂലം. അപ്പൊ യേശുക്രിസ്തു ഇല്ലാതിരുന്നെങ്കിൽ അതുപോലുള്ള പ്രതികൂലം വീണ്ടും ജീവിതത്തിൽ നിശ്ചയമായി വരുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു പോയെന്നെ? തകർന്നു പോയെന്നെ. പക്ഷെ യേശുക്രിസ്തു ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാവില്ല. വിഷയങ്ങളെ നേടുന്ന പിന്നെ ആരും കൂടെ കാണും? വിശ്വസ്തനായ കർത്താവും കൂടെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മളെ കുറിച്ച് കർത്താവിന് ഒരു എന്തുണ്ട്? ഒരു ഹൃദയത്തിലൊരു ദർശനമുണ്ട്. കർത്താവ് നമ്മളെ വ്യത്യസ്തതയോടെ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കണ്ണിൽ ഒരു വ്യത്യസ്തതയോടെ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ കാണുന്നു. ആ കൃപയിലോട്ട് നിങ്ങൾക്ക് കയറി വരാനായിട്ട് പറ്റും. ദൈവത്തോട് നിങ്ങൾ ദൈനംദിനം ചേർന്നിരിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതിലൂടെയും ദൈവകൃപയെ ദൈനംദിനം നിങ്ങൾ അനുഭവിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ഉദ്ദേശിക്കുന്ന ആ കൃപയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പടിപടിയായ ഒരു പണിയൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ആ പടിപടിയായി ഉണ്ടാകുന്ന ആ പണിയലിൽ നിന്ന് ഒരാളെ പുറകിലോട്ട് വലിക്കുമാറാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജീവിതത്തിൽ വരുന്ന കുറവുകൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് പണിതുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് കാലിടറി എന്ത് ചെയ്യുന്നു? വീഴുമാറാക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഓട്ടക്കളത്തിൽ ചിലര് ഓടാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഓട്ടക്കളത്തിൽ ഓടാൻ വേണ്ടി നിൽക്കുന്ന കുറെ പേര് നിരന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? അവര് ഓട്ടക്കളത്തിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തോക്കെടുത്ത് വെച്ചിട്ടോ ഒന്ന് വെടിയാക്കുമ്പോൾ എന്ത് ചെയ്യും? എല്ലാരും കൂടെ എന്ത് ചെയ്യും? പാസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഓടാനായി തുടങ്ങും. പക്ഷെ കുറെ ദൂരം ഓടുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ കാൽ ഉളുക്കി എന്ത് ചെയ്യും? വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ആണോ അല്ലയോ? വീഴുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവർക്ക് പിന്നീട് എന്തില്ല? ചാൻസ് ആ സമയത്ത് വീണ്ടും ഓടാൻ അവർക്ക് അത് കഴിയില്ല, അല്ലെ? അവർക്ക് വീണ്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടാൻ കഴിയില്ല.
പക്ഷെ യേശു കർത്താവ് നമുക്ക് നൽകുന്ന കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ കാലിടറി വീണു പോയാൽ വീണ്ടും എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്? എഴുന്നേറ്റ് നിൽക്കാൻ, ജീവിതത്തിൽ വീണ്ടും യഥാസ്ഥാനപ്പെടാൻ നമുക്ക് അവസരം ഉണ്ട്. ഹല്ലേലൂയ. വീണ് കിടക്കാനല്ല, പിന്നെ എന്ത് ചെയ്യാൻ? വീണ്ടും എഴുന്നേറ്റ് കൃപയിൽ യഥാസ്ഥാനപ്പെട്ട് നിൽക്കാൻ എന്തുണ്ട്? ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിന്റെ അടുക്കൽ നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞത് നമ്മുടെ പാപത്തിന് പരിഹാരമായാണെന്നും, എൻ്റെ ഹൃദയത്തിൽ ഒരു ശുദ്ധീകരണം നൽകാനാണെന്നും, ഞാൻ പ്രാപിച്ചിരുന്ന ദൈവകൃപയിൽ എന്നെ മടക്കി വരുത്താനാണെന്നും, വീണ്ടും കൃപമേൽ കൃപ പകർന്ന് എന്നെ ബലപ്പെടുത്താനാണെന്നും, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ വീണ്ടും എന്നെ നടത്താൻ ദൈവം എനിക്ക് കൃപ പകരുമെന്നും നിങ്ങൾ വിശ്വസിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവ മുമ്പാകെ നിങ്ങളെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുമാറാക്കുന്ന ദൈവനീതിയെ യേശു ക്രിസ്തുവിലൂടെ ദൈവം എൻ്റെ മേൽ പകരുന്നു എന്ന കാര്യവും നിങ്ങളൊന്ന് ഉറപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് സമയം പോരാ. പക്ഷെ എങ്കിലും ഒരു വാക്യം കൂടെ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന് 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് 15:22 വായിക്കുമ്പോൾ, ലൂക്കോസ് 15:22 വായിക്കുന്ന സമയത്ത് അവിടെ എന്തുവാണ്? മുടിയനായ പുത്രൻ ദൂരേക്ക് പോയ ആ പുത്രൻ മടങ്ങി വരുന്ന ഒരു സന്ദർഭം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പന്റെ വീട്ടിൽ നിന്ന് അപ്പന്റെ സ്വത്തുക്കളും വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയ ആ മകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ തെറ്റായ ജീവിതത്തിലൂടെ ചെലവഴിച്ച് എന്ത് ചെയ്തു? അതെല്ലാം നഷ്ടപ്പെടുത്തി തെറ്റായ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? നടന്ന് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? താൻ സുബോധം വന്നിട്ട് തനിക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല. അവസാനം അയാൾക്ക് സുബോധം വന്നിട്ട് പറയുകയാണ്, ഞാൻ അപ്പന്റെ വീട്ടിൽ എന്ത് ചെയ്യാൻ പോവാണ്? മടങ്ങിപ്പോവാൻ പോവാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പന്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മടങ്ങിച്ചെല്ലാനായി പോവുകയാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മടങ്ങിച്ചെല്ലണം എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ നല്ലതാണ്, നല്ല കാര്യമാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലണം. കർത്താവിനോട് ക്ഷമിക്കുമെങ്കിൽ എനിക്ക് ആ ക്ഷമ വാങ്ങണം. കർത്താവിനെ ശുദ്ധീകരിക്കുമെങ്കിൽ എനിക്ക് ആ കൃപ വാങ്ങണം എന്ന് താല്പര്യം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ അത് നല്ലതാണ്. ഹല്ലേലൂയ. അപ്പോ ആ മനുഷ്യൻ എന്ത് ചെയ്തു? തിരികെ പോകണമെന്ന് തോന്നി. തിരികെ ചെല്ലുമ്പോ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കി അവിടെ ചെയ്യുന്നത്. ലൂക്കോസ് 15:22 21-22 മകൻ അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട് മായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുന്നു. ഇവന്റെ കൈക്ക് മോതിരവും കാലിൽ ചെരുപ്പും ഇടുവി. ശരി ശരി, മനസ്സിലായി. അപ്പൊ ഇതിൽ മനസ്സിലാൻ പറ്റുന്ന ശ്രദ്ധിച്ചോണേ. അവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ആ മകൻ ചെന്ന് അപ്പനോട് പറയുകയാണ്, അപ്പ ഞാൻ അങ്ങയോട് എന്ത് ചെയ്തിരിക്കുകയാണ്? പാപം ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പാപം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉടനെ അപ്പൻ ചെയ്ത കാര്യം എന്തെന്നറിയോ? അവനോട് ചെയ്ത ഫസ്റ്റ് കാര്യം, അവനെ ആദ്യം കെട്ടിപ്പിടിച്ചു. അത് ശരിയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ഉടനെ അടുത്ത് ചെയ്തത് എന്താണ്? അവനോട് അടുത്ത് വന്ന് ദാസന്മാരടുത്ത് പറയണം, അവന്റെ അങ്കി എന്ത് ചെയ്യുക? അങ്കി മാറ്റുവീൻ. അവന്റെ മുഷിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ മാറ്റി അവന് നല്ല മേപ്തരമായ വസ്ത്രം എന്ത് ചെയ്യുവിൻ? കൊടുക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബൈബിളിൽ ഒരു വാക്യം കൂടെ വായിച്ചു തരാം. യെശയ്യാവ് 61:10 ഒന്ന് വായിച്ചേ. യെശയ്യാവ് 61:10. സോറി, ഒരു മിനിറ്റ്, വിട്ടരുത്, ഒന്നും വിട്ടരുത്. സോറി, ചെറിയ സൗണ്ട് നിങ്ങളോടെ കേട്ടല്ലയോ? ഹല്ലേലൂയ. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും.
മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. നീതി എന്ന അങ്കി എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ധരിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നീതി എന്ന വസ്ത്രത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നീതി എന്ന വസ്ത്രം എന്നെ എന്ത് ചെയ്യും? ധരിപ്പിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രം മാറ്റി എന്നെ എന്ത് ചെയ്യുന്നു? നീതിയുള്ള വസ്ത്രം എന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? അണിയിക്കുന്നു എന്നാണ് വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ദൈവം മുമ്പാകെ എന്ത് ചെയ്യും? അടുത്തു വരുവാൻ, അടുത്ത് ചെല്ലുവാൻ, സന്തോഷത്തോടെ വിശുദ്ധിയോടെ അടുത്ത് ചെല്ലാൻ നമുക്ക് പ്രാപ്തി നൽകും. ദൈവം മുമ്പാകെ കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കാൻ അത് നമുക്ക് പ്രാപ്തി നൽകും. നമ്മൾ ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് പറഞ്ഞ, കർത്താവേ, ഞാൻ അങ്ങ് അടുക്കിലേക്ക് അടുത്തു വരികയാണ്, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, വന്നുപോയ പരാജയങ്ങളെ ക്ഷമിക്കണമേ. എന്നാൽ കർത്താവെ അങ്ങയുടെ കൃപ പകർന്ന് ഇനി കർത്താവെ ദൈവകൃപയിൽ മുന്നേറാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത് വന്നേ. കർത്താവ് വീണ്ടും നിങ്ങളെ പണിയുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ യേശുവേ, ഞങ്ങളുടെ ഉള്ളം അറിയുന്നത് അങ്ങാണ്, ഞങ്ങളുടെ ജീവിതം അറിയുന്നത് അങ്ങാണ്. അപ്പ തെറ്റായ ജീവിതത്തിന്റെ വഴിയിൽ, തെറ്റായ ജീവിതത്തിന്റെ മേഖലയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം. ഞങ്ങൾ മടങ്ങി വരികയാണ്. തെറ്റായ ജീവിതം ഞങ്ങൾക്ക് വേണ്ടപ്പ. ദൈവഹിതമല്ലാത്ത വഴികളിൽ ഞങ്ങൾ നടക്കേണ്ട കർത്താവേ. യേശുവേ, അങ്ങ് നൽകുന്ന നല്ല പച്ചപ്പുൽ മേടുകളിൽ മേയുവാൻ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ശരിയായ അനുഗ്രഹത്തിൽ നടക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമല്ലാത്ത സകല കുരുക്കുകളിൽ നിന്ന് വിടുവിക്കണേ അപ്പ. ഈ സമയം യേശുവേ, അങ്ങയിൽ ഞങ്ങൾക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ഉണ്ടെന്ന് എഴുതിയിരിക്കുക. ഈ സമയം കർത്താവ് ഇവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷമാകുന്ന ദൈവത്തിന്റെ കൃപ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ രേഖമാന ശബരബ റിബരബ രദരബ രേഖമാന ശബരബ റിബരബ രദരബ ശബരബ. ദാഹിക്കുന്ന ഏവനും വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ എന്നത് അങ്ങയുടെ വാഗ്ദത്തമാണ് കർത്താവേ. പ്രിയമുള്ളവർ, വാഞ്ചയോടെ യേശുവേ, ഒന്ന് തുറണമേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ, സ്വർഗീയ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ രക്ഷിക്കുന്ന വിടിവിക്കുന്ന കരത്താൽ കർത്താവ് അവരുടെ വസ്ത്രം മാറ്റി നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുന്നത് പോലെ, കർത്താവ് അഴുക്കുകളെ മാറ്റി കർത്താവ് പുതുവസ്ത്രം ധരിപ്പിക്കുന്നത് പോലെ നീതിയുടെ വസ്ത്രം ധരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാലും എവിടെയൊക്കെ ക്രമീകരിക്കേണ്ട മേഖലകളുണ്ടോ അവിടെ ക്രമീകരിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ, ദൈവവചനത്തിന് ചെവി കൊടുക്കുവാൻ, അനുസരിച്ച് മുന്നേറാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിച്ചാലും ഈ സമയം ആവശ്യമാകുന്ന ഞങ്ങളുടെ കൃപ പ്രിയമുള്ളവരുടെ എല്ലാവരുടെ മേൽ ഈ വരുന്ന ആഴ്ചക്കാലം ആവശ്യമായ സകല കൃപയും അങ്ങ് പകരണമേ. ഈ സമയം അങ്ങയുടെ കരം വെച്ച് എല്ലാവരെയും വ്യക്തിപരമായി, കുടുംബങ്ങളായി, അവിടെ കർത്താവ് ഓരോ മേഖലയിലും ആവശ്യമായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൊടുന്നതിനായി സ്തോത്രം. കർത്താവ്, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബലഹീനതകൾ മാറിപ്പോകട്ടെ, ദൈവിക സമാധാനത്താൽ നിറയപ്പെടട്ടെ അപ്പ, നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. കർത്താവ് എല്ലാവരെയും അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.